ഇന്ത്യൻ മാധ്യമ പ്രവർത്തകരുടെ ശക്തമായൊരു കൂട്ടായ്മയാണ് ഇന്ത്യൻ മീഡിയ അബുദാബി. ഇന്ത്യൻ മീഡിയ അബുദാബി നമ്മൾ ഷോർട്ടാക്കി ഇമ എന്ന് പറയും. മനോഹരമായ വേർഡല്ലേ ഇമ. ഗണേഷ് കുമാർ സാറിനെ നിങ്ങൾക്കായിരിക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. KSRTCൻ്റെ ഇന്നത്തെ മുഖം എന്ന് പറഞ്ഞാൽ ഗണേഷ് കുമാർ സാറാണ്. ഗണേഷ് കുമാർ സാർ എങ്ങനെയാണോ അതുപോലെയാണ് ഇന്നിപ്പോൾ KSRTC ഉള്ളത്. ഇത്രയും ഡെവലപ്മെൻറ്റ് നമ്മുടെ കേരളത്തിൽ KSRTCക്ക് ഉണ്ടാക്കിയതിൻ്റെ പിന്നിൽ ഗണേഷ് കുമാർ സാറിൻ്റെ എല്ലാമാണ്. സാധാരണക്കാരായ പ്രവാസി തൊഴിലാളികളുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും എംബസികളുടെയും മറ്റ് ഭരണാധികാരികളുടെയും ശ്രദ്ധയിൽപ്പെടുത്താനും അത് പരിഹരിക്കപ്പെടാനുമൊക്കെ ഇന്ത്യൻ മീഡിയ അബുദാബിക്ക് എല്ലാ കാലവും സാധിച്ചുവെന്നതിൽ ഞങ്ങൾക്ക് ഏറെ ചാരിതാർത്ഥ്യമുണ്ട്. പ്ലാസ്റ്റിക് വലിച്ചു കെട്ടി അതിനടിയിൽ കിടന്നുറങ്ങുന്ന ഒരു സ്ത്രീക്ക് തൻ്റെ കുഞ്ഞുങ്ങളുമായി കയറി പാർക്കാൻ നിങ്ങളൊരു വീട് വെച്ചു കൊടുത്താൽ, പക്ഷേ ഇത് എവിടുന്ന് പണം വന്നോ എങ്ങനെ വന്നോ അവർ ആലോചിക്കേണ്ടതല്ല. പക്ഷേ ആ രാത്രിയിൽ സ്വന്തം മക്കളെയും ചേർത്ത് വെച്ച് ആ വീടിൻ്റെ ഉള്ളിൽ സുരക്ഷിതമായി കതവ് കുറ്റിയിട്ട് കിടക്കുമ്പോൾ അവർക്കൊരു സന്തോഷം ഉണ്ടാവും. അവർ ദൈവത്തോടെയോ ദൈവമേ ആശ്വാസമായി എന്ന്, നമ്മുടേതല്ല ആശ്വാസമായി എന്ന് പറയും. ആ ഒരു മുഹൂർത്തമാണ് നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹം, ദൈവത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം. പ്രവാസ ലോകത്തെ മനുഷ്യ സ്നേഹികളുടെ പിന്തുണയോടെ നടപ്പാക്കുന്ന പദ്ധതിയിലെ ആദ്യ വീടിനായി പിന്തുണ നൽകുന്നത് ഡോക്ടർ ഷംഷീർ വയലിൽ. പരിപാടിയുടെ വിജയത്തിനായി മുന്നിലും പിന്നിലും നിന്ന് സഹകരിച്ച ഓരോരുത്തർക്കും ഇന്ത്യൻ മീഡിയ അബുദാബിയുടെ ഹൃദയത്തിൽ നിന്ന് നന്ദി. உன்னோடு நானும் போன தூரம் யாவும் நெஞ்சிலே நீங்காத நினைவுகளாக அலையை எங்க மிஞ்சுது. காலம் கை கூடினா கதை போமா ஒன்றாக நீயும் நானும் தான் கதை போமா நீ பேச காயும் அருணே.